പലർക്കും അറിയാം നാമം ചൊല്ലേണ്ടതാണ് എന്ന്. പലരും അത് ഉപദേശിക്കാറുമുണ്ട് അല്ലേ? നമ്മളോട് പറയാറുണ്ട് നാമം ചൊല്ലണം, നാമം എപ്പോഴും ചൊല്ലണം എന്നുള്ളത്, ഉറക്ക ചൊല്ലണം നാമം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ, ചൊല്ലുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നാണ് പൂന്താനം പറയണത്. നാമജപത്തിൻ്റെ മഹിമ അറിയാവുന്നവർ പോലും അത് അന്യരെ ഉപദേശിക്കൽ മാത്രമേ ഉള്ളൂ, സ്വയം അനുഷ്ഠിക്കുന്നില്ല എന്നാണ് പൂന്താനം പറയണത്. അത് ശരിയാണ്. എല്ലാവരും ഉപദേശിക്കാൻ നല്ല മിടുക്കന്മാരാണ്, സ്വയം ചെയ്ത് കാണിക്കണില്ല എന്നാണ് പറയണത്. അത് മഹാപാപമാണ് എന്നാണ് പറയണത്. അത്ര വിദ്വാൻമാരായിട്ടുള്ളവരും നാമജപത്തിലുള്ള ഉപേക്ഷ ചെയ്യണത് മഹാപാപമാണ് എന്നാണ് പറയണത്. നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ ഇന്നതുപോലെ ചെയ്യണം, ഇന്നത് പാടില്ല എന്നൊക്കെ ഒരാളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ, ആ ദോഷങ്ങൾ ചെയ്യാൻ പാടില്ല, ആ വേണ്ടതുപോലെ ചെയ്യുന്ന ആളായിരിക്കണം. നമുക്കൊരു കഥ അറിയാം. ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് ഒരമ്മ ഒരു കുട്ടിയെ കൊണ്ടുപോയി, ഗുരു ഇവൻ എന്നും ശർക്കര തിന്നും, അത് ഒന്ന് പറഞ്ഞ് ഒന്ന് മാറ്റി കൊടുക്കണം, അവനെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരമ്മ ഒരു മകനെ കൊണ്ട് ചെല്ലും. അപ്പം ഗുരു പറഞ്ഞു, ഇന്ന് പോയിട്ടേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പോയി. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും വന്നു. ഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഗുരു എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, അവനെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അതിൻ്റെ ദോഷങ്ങളും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞയച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താ ഗുരു, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ ഇതൊന്നും പറയാതെ ഞങ്ങളെ വെറുതെ മടക്കി അയച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അപ്പോൾ ഞാനും ഇതുപോലെ എന്നും ശർക്കര തിന്നിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യണ കാര്യം അവനോട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അധികാരമില്ലല്ലോ. ഇപ്പം ഞാൻ ശർക്കര തീറ്റ നിർത്തി, ഇപ്പം ഈ ഒരാഴ്ച കൊണ്ട് ഇനി ഞാൻ ശർക്കര തിന്നില്ല അങ്ങനെ എന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പം ഞാൻ അവനെ ഉപദേശിച്ചു, അത് നന്നല്ലാന്ന്. അങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ഒരാളോട് ചെയ്യാൻ പാടില്ല എന്ന് ഉപദേശിക്കുമ്പോൾ നമ്മളത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇന്നതുപോലെ ചെയ്യണം എന്നൊരാളോട് പറയുമ്പോൾ അത് നമ്മളും അതുപോലെ അവർക്ക് മാതൃകയായിരിക്കണം എന്നാണ് പൂന്താനം പറയുന്നത്. പിന്നെ ചൊല്ലിയിട്ടെന്തെന്നു മറ്റുള്ളവർ പരിഹസിച്ചാൽ നാമജപം ഒക്കെ എന്ത്, നാമം ജപിച്ചിട്ട് ഇപ്പം ഇനി എന്താ ഒരു പ്രയോജനം, അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവർ ഒരുപാടുണ്ടാവും ഇല്ലേ? അപ്പോൾ നമുക്കല്ല